നേരായി മനസ്സിൽ ഞങ്ങൾ ഇവിടെ മാറ്റി നിൽക്കണം. ഇത്ര നേരം നിങ്ങൾ എവിടേനി? എന്നാ എന്റെ സ്വർണം ഇതില്ലെങ്കിൽ നീ വരാതിരിക്കണ്ട. ഇത് ഒപ്പിക്കാൻ പറ്റ പാട് എനിക്കേ അറിയുള്ളൂ. അല്ല, ഇത് എത്ര പവനാ? 38,000 റുപ്യന്റെ സാധനം ഉണ്ട്. അത് അരപ്പവൻ. അരപ്പവനെ കൊണ്ട് നിങ്ങളെ കണ്ട് പോയാ മതി. ഒരു പവൻ തയ്ച്ചില്ലാതെ ഞാൻ പോരൂല പരിപാടി. 10 വർഷം മുമ്പ് ലാലുവിന്റെ സുന്നത്ത് കഴിക്കുന്ന സമയത്ത് ബാവു ഒരു പവന്റെ സ്വർണ്ണം ഇട്ടുകിടെന്ന് കരുതിയിട്ട് അന്ന് 21,000 റുപ്യ ഉള്ള ഒരു പവന്. ഇന്ന് അരപ്പവന് ഞാൻ വാങ്ങിയത് 38,000 റുപ്യക്കാ. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൻ ലാഭല്ലേ? നിങ്ങളെ കുട്ടിക്ക് ഒരു പവൻ ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പവൻ തന്നെ ഓന്റെ കുട്ടിക്ക് തിരിച്ചു കൊടുക്കണം. അതിന് നിങ്ങൾ പൈസന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടി അന്നത്തെ കാലല്ലല്ലോ ഇന്ന് ഒരു പവന് 68,000 റുപ്യ കൊടുക്കണം. ഞാൻ ഇവിടുന്ന് ഇത്ര തോന്നെ പൈസ ഉണ്ടാക്കണേ. ആ കുട്ടികളെ മേലുള്ളൊക്കെ എടുത്തുകാണ്ട് വീട് പണി തീർത്തപ്പോ ആലോചിക്കണേ ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടിയിരുന്നുള്ളത്. അന്ന് വീട് പണി തീർത്തോണ്ട് എനിക്ക് ഇപ്പൊ പെരയിൽ കയറി കിടക്കാനായി വീടായില്ലേ? വീട് പണി തീർക്കാനെന്ന് അറിയാണ്ട് അത് ഊരി തന്നല്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ ഓന്റെ സുന്നത്ത് കഴിച്ചപ്പോ ഒരു പാവം ഇവിടെ കൊണ്ടുവന്നിട്ടേ. ഓന്റെ ഇഷ്ടത്തിന് കൊണ്ടുവന്നിട്ടല്ലേ? അന്ന് ഇട്ട സമയത്ത് ഓന്റെ അടുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് ഓൻ കൊണ്ടുവന്നിട്ടു. ഇന്നിപ്പോ നമ്മളെടുത്തില്ല. അപ്പൊ ഉള്ളത് കൊണ്ട് നമ്മളെടുത്ത് ഉള്ളതിനനുസരിച്ചാണ് കൊടുക്കുക. എടീച്ച് ഞാൻ പറഞ്ഞു ഒന്ന് കേക്ക്. ഇത് ഇപ്പൊ അന്ന് കണ്ട് 10 വർഷം മുമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്ന് പ്രവാസിയല്ലേ, ഗൾഫിലല്ലേ? അന്നത്തെ സാഹചര്യം അല്ലല്ലോ ഒന്ന്. അത് അവന് മനസ്സിലാവും. തൽക്കാലം നമ്മൾ ഇതും കൊണ്ടാണ് പോവാ. അരപ്പവന് മതി. അന്നത്തെ ഭയം ഇല്ലല്ലോ ഒന്ന്. എജിത്തൊന്നും മനസ്സിലാക്കുന്നത്. ഓനക്കതൊന്നും പ്രശ്നമില്ല. ഓനക്കാർക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അതൊക്കെ പറയാം. ഇവിടെ നാണം കെടാൻ പോണോ ഞാനാ? ഓന്റെ കെട്ടിയോളില്ലാന്ന് എൽച്ചി സുബൈദ ഓളടുത്ത് ഉല്ലാസം കുറിച്ച് നിൽക്കുന്നുണ്ടാവും. ഓല് തന്നേന്ന് 1 ഗ്രാം കുറഞ്ഞാൽ മതി. അത് മതിയാവും അടുത്ത കുടുംബശ്രീ വിളിച്ചു കൂട്ടാൻ. പിന്നെ ഒരു മനുഷ്യ ഉണ്ടാവില്ല അത് അറിയാൻ. അതിനേക്കാൾ നല്ല നിങ്ങൾ യൂട്യൂബ് കയറി ലൈവ് ഇടുന്നതാ. ഒരു പവൻ ഇല്ലാതെ നിങ്ങൾ വിളിക്കണ്ട. ഞാൻ വരൂല പരിപാടിക്ക്. എന്നാ പിന്നെ ഇതിന്റെ മേത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കാണാണ്ട് ഒപ്പിച്ചാലോ? അതൊന്നും തൊടാൻ പറ്റൂല. അതൊക്കെ ഓരോരുത്തരും ഇട്ടതോ. എല്ലാവരും തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്നാ പിന്നെ ഒലക്കൊക്കെ ഇത് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കണേന്നാ കൊണ്ടേക്കാട്. അത് ആരാ ഇട്ടാ ഒലിക്ക് ഊരിക്കാണ്ട് ഇപ്പൊ തന്നെ കൊണ്ടേ കൊടുത്താളെ. ഞാൻ നേരം വെച്ച് കാണി ഇതേപോലെ തല്ലുണ്ടാക്കി എന്നെ കൊണ്ട് കഴിയില്ല. എനിക്ക് തയ്ക്കി കൊടുക്കാൻ കഴിയില്ല. ആരെ പറഞ്ഞ ഓലോട് നിൽക്കടാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ ഓലോട് ഇടാന്. നിങ്ങൾ അതങ്ങോട്ട് കൊണ്ടുപോയെടുത്താണ്ട് ഒരു ഭാവം വാങ്ങിയിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റക്കണ്ട് പോകേണ്ടി വരും. ഞാൻ പോരൂല പരിപാടിക്ക്. ഇന്ന് പൊരി പാണ്ട ഇവിടെ ആരും പോണ്ട. ഓരോ ഒലക്കമല്ല പരിപാടി. പോയിട്ടില്ലെങ്കിൽ മോശം നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ അഞ്ചനല്ലോ നീ. ആരുണ്ടാക്കിയതാണോ ഈ അടുപ്പിലെ ഓരോ മാമൂലുകള്? പാണ്ടാറടങ്ങാനൊക്കെ ഒലക്കമല പരിപാടികള്. പൈസ ഉള്ളമാര് ഓരോ ഹുങ്ക് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ മാഞ്ഞാളത്തിന് ബലിയാടാവുന്നത് നമ്മള് പാവങ്ങളും രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരനാണ് ഈ കൊടുക്കണത്. പാപ്പോ എടാൻ്റെ അടുത്തൊരു 50,000 എടുക്കണ്ടാവൂടാ. ഇതൊന്നും ചെൽക്കാ പോയിക്കണേ. മനസ്സിനോടെ തൂറാൻ കഴിയില്ല. അപ്പോഴാണ് ഒരു 50,000.